ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. അപ്പം നമ്മളുടെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഒരു ബെല്ലൈക്കൺ വരും, അതിലും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നോട്ടിഫിക്കേഷൻസ് തെറ്റാതെ കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലേക്ക് ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ വിനാഗിരി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ആദ്യം ക്രഷ് ചെയ്തെടുത്ത്, അതല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മോൻ തന്നെ ചെയ്തത്. ഇത് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് വെച്ചേക്കണം. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ബ്രെഡിൽ തേച്ച് കൊടുക്കാൻ പറ്റും. എന്നിട്ട് അതിനകത്തേക്ക് 2 മുട്ടയുടെ വെള്ള, കോഴിമുട്ടയുടെ വെള്ള യോക്ക് മാറ്റിക്കളഞ്ഞേക്കണം. യോക്കിൻ്റെ ഒരു തരി പോലും വീഴരുത്. ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും ചേർത്തിട്ട് അത് ആ പൾസിലൊന്ന് ഇട്ടാൽ മതി കേട്ടോ, ചുമ്മാ ഇങ്ങനെ കറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തിരി എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട്, അപ്പോൾ 4 സാധനം: ഉപ്പ്, കുരുമുളക് പൊടി, വിനാഗിരി, മുട്ടയുടെ വെള്ള, ഇത്രയും സാധനം, വെളുത്തുള്ളി, ഇത്രയും സാധനം ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ പുറത്തുനിന്ന് വെജ് റോളൊക്കെ മേടിക്കൂലേ, അതിൻ്റെ സെയിം ടേസ്റ്റ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം മയോണൈസ്. അത് മയോണൈസ്. അപ്പോൾ മയോണൈസ് ആദ്യം ഉണ്ടാക്കി നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഇതെടുത്തിട്ട് അവർ തന്നെ ചെയ്തോളും, കുഴപ്പമില്ല. അപ്പോൾ ഇത് മോൻ തന്നെ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ഇതുപോലെ കട്ട പോലെ ഇരിക്കണം, അല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോവും എഗ്ഗിൻ്റെ മഞ്ഞ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു തരി പോലും ഇടരുത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യുക്കുംബർ, ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടാകും. നിങ്ങൾക്ക് ക്യാബേജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഈ 3 സാധനം ഉപ്പ്, കുരുമുളകും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് മയോണൈസും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ബ്രെഡിന് നടുക്ക് ഞാൻ വെച്ചത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് ഇത്തിരി വെള്ളം വരും, കാരണം പച്ചക്കറിയുടെ വെള്ളം ഈ ഉപ്പിടുമ്പോൾ തന്നെ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കഴിക്കാനാണെങ്കിൽ ആളെ നിർത്തി വേണം ഇത് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് വെള്ളം ഊറി ഒരുപാട് വെള്ളമായി പോയി ബ്രെഡൊക്കെ കുതിർന്നു പോകും. അപ്പോൾ ഇത് നമ്മൾ ലഞ്ച് ബോക്സിൽ വിട്ട് കൊടുക്കാൻ പാടില്ല. ഇത് നമ്മളിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിച്ചേക്കണം. അപ്പോൾ രാവിലെ ഇവർക്ക് ഞാനിതിങ്ങനെയാണ് കൊടുത്തത്. അവർ അപ്പം തന്നെ കഴിച്ച് നല്ല ടേസ്റ്റ് ആട്ടോ. ശരിക്കും വെജ് റോളൊക്കെ മേടിക്കുമ്പോഴുള്ള സെയിം ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഇത്. പക്ഷേ എനിക്ക് സാധാരണ ഇത് ഇവിടെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ കിട്ടാറില്ല, പിള്ളേർ ഫുൾ അടിച്ച് തീർക്കും. ഇന്നിപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു, എനിക്ക് കിട്ടിയില്ല സത്യത്തിൽ. പിള്ളേർ തന്നെ അത് മുഴുവൻ കഴിച്ച് തീർത്ത്, അവർ പൊതിഞ്ഞ് കൊണ്ടുപോവുകയും ചെയ്ത്. അപ്പോൾ പൊതിഞ്ഞ് കൊണ്ടുപോകാനായിട്ട് ഞാനിത് കൊടുത്തില്ല. അതിന് പകരം ഞാൻ ബ്രെഡിൻ്റെ 2 സ്ലൈസിലും മയോണൈസ് തേച്ചിട്ടാണ് അതിൻ്റെ മീതെ നമുക്കുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതങ്ങോട്ട് നിരത്തുക. എന്താണ് നമ്മൾ റോ ആയിട്ട് കഴിക്കുന്ന വെജിറ്റബിൾസ് ഇതിൽ നിരത്താം. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ആണ് ഒരു പുറത്തുനിന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കണ ആ ഒരു റോളിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത് ഈ ക്യാപ്സിക്കം, ക്യുക്കുംബർ ഒക്കെ ചേരുമ്പോഴാണ്. സവാള, ഇത് 3ഉം ചേർന്ന് കഴിയുമ്പോൾ തന്നെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പം ഇന്ന് ഞാനിത് ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഇത് ഉണ്ടായിരുന്നില്ല. അവർ 2 പേരും ആ ഒരു പാക്കറ്റ് ബ്രെഡ് അപ്പം തന്നെ കഴിച്ച്, ആ 2 പേരും കൂടി കഴിച്ച് പൊതിഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ തീർന്നു. പിന്നെ ഞാനും ഹസ്ബൻഡൊക്കെ പുട്ടുണ്ടാക്കിയിട്ട് അത് തിന്നത് രാവിലെ. ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്. അല്ലെങ്കിൽ പിന്നെ 2 ബ്രെഡ് വാങ്ങി, ഞാനൊരു ബ്രെഡേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ലഞ്ചല്ല കേട്ടോ, ഇത് അവർക്കൊരു 10 മണിയാകുമ്പോൾ കഴിക്കാനാണ്. ലഞ്ചൊക്കെ വീട്ടിൽ വന്നിട്ടാണ് കഴിക്കണത്. കഴിക്കലൊക്കെ കണക്കാണ്, കൊടുത്ത് വിടുമെന്നുള്ളൂ ഞാൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ പഴയ 2-3 ഫോട്ടോ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം വെറുതെ ഞാൻ ഈ ഫോൺ വെച്ച് തന്നെ ഫോട്ടോയിൽ എടുത്തതാണ്. കാരണം സ്കാൻ ചെയ്ത് എല്ലാം കയറ്റിയിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കൈൻ മാസ്റ്ററിൽ അത് കയറുന്നില്ല. സ്കാൻ ചെയ്തെടുത്ത ഫോട്ടോ ഒന്നും കയറുന്നില്ല കൈൻ മാസ്റ്ററിൽ. എൻ്റെ എന്തോ ഒരു അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ വെറുതെ ഫോട്ടോ തന്നെ ഇങ്ങനെ എടുത്തിട്ട് വിട്ടതാണ്. അതുകൊണ്ട് ഒട്ടും ക്ലിയർ അല്ല. എങ്കിലും നിങ്ങൾ ഇങ്ങനെ കാണണമെന്നൊരാഗ്രഹം പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരുപാട് ഫോട്ടോ ഉണ്ട്. പക്ഷേ ഇത് സ്കാൻ ചെയ്തിട്ട് കയറ്റിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു മങ്ങി ഇങ്ങനെ കിടക്കണേ. ഇപ്പോൾ ഇതിന് വിശദീകരിക്കാനൊന്നുമില്ല. 3 മക്കൾ, ഹസ്ബൻഡ്, അത്രയ്ക്ക്. അപ്പം എൻ്റെ മൂത്ത മോനാണ് ആരും കാണാത്തത്. അതുകൊണ്ട് അവൻ്റെ ഒരു ഫോട്ടോ തപ്പിപ്പിടിച്ച് ഞാൻ നോക്കിയപ്പോഴേക്ക് ഈ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇതും ഒരു 3 കൊല്ലം പഴകിയ ഫോട്ടോയാണ്. അവൻ്റെ റീസെൻറ്റ് ഫോട്ടോസ് ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. എല്ലാം കുട്ടി ആയിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ, കാരണം അവന് ഒട്ടും ഇഷ്ടമില്ല ഫോട്ടോ എടുക്കണതൊന്നും.
ദേ അവനെയാണ് ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്, മൂത്തവനെ. അവന് ഒരു വയസ്സുള്ളപ്പോൾ ഉള്ള ഫോട്ടോയായിരുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോയൊക്കെ ഇഷ്ടമല്ല അല്ലേ? എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരിക്കും പഴയ ഫോട്ടോസ് കാണാൻ. താങ്ക് യു.